നിങ്ങൾ അപ്പോൾ ടൊറന്റോയിലെ ആക്ടിവിറ്റീസ് കണ്ടില്ലേ? പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ടു ആൻ ഐലൻഡ് ആണ്. ഇതിനുള്ള ടിക്കറ്റ്സ് നമ്മൾ എടുത്ത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ പോകുന്ന ഐലൻഡ് ടൊറന്റോ ബേസ്ഡ് ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി ടൊറന്റോ. വി നീഡ് ടു ടേക്ക് എ ഫെറി ആൻഡ് ഗോ ടു ദാറ്റ് ഐലൻഡ്. സോ ലെറ്റ്സ് ഗോ. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ സീ ആൻഡ് ടവർ കാണാൻ. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ മറ്റേ യെല്ലോ പോലത്തെ ഒരു ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ ടാക്സി. ഇറ്റ്സ് എ പ്രൈവറ്റ് ആണ്. ഇപ്പോൾ ഒരു 20 അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ഇൻ വാട്ടർ ടാക്സി. ഓ സോ ബ്യൂട്ടിഫുൾ ടു സീ ദം. നമ്മളുടെ ഐലൻഡിലോട്ട് എടുത്തു. വി ഓൾസോ ബോട്ട് സം സ്ട്രോബെറി ചോക്ലേറ്റ്, സോ വി ഹാഡ് ദം. സ്റ്റാർട്ടഡ് our journey. It was a bright sunny day. We walked a lot. There was long ways to reach to the main sport area where lots of activities and programs are happening. So this is the place where lots of food courts are happening. Many people are buying food. Some of them, I don't know their name, but it was good to see visually. So I just peeped on to all the different types of food varieties they are making. Different part of people from different countries have come over here to experience this beautiful festival that's happening today. And especially it was a weekend, I should say it was little heavily crowded over here. It was a beautiful boat race happening over there. So come with me, I'll show you. അറിയാം, ആ ബോട്ട് റേസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു ആലപ്പുഴയ്ക്ക് പോയ ഒരു ഫീലൊക്കെ ഇല്ലേ, ഒരു നാടൻ ബോട്ട് റേസ് ഒക്കെ കണ്ട്? ഓക്കെ, സോ these are different type of activities that's happening, like from China, Korea activities ഉണ്ട്. ഇത് other side of food courts ഒക്കെ ഉള്ള ഒരു സ്പേസ് ആണ്. And there was also a beautiful song that was sung by some I think a Korean person. Slowly we started strolling because we need to explore a lot, and we reached into a water play where there are lots of kids walking in the water. എന്താ പറഞ്ഞേ? സാന്റാമോണിക്കയിലെ കറക്കാനുള്ള പ്രശ്നം. സാന്റാമോണിക്കയോ? അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് തുടങ്ങി. കുറേ നടക്കാനുള്ളത് കൊണ്ട് അധികം നിൽക്കുന്നില്ല, നടക്കുന്നു. പിന്നെയാണ് ഈ പാടും പശുവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നാട്ടിൽ പോയൊരു ഫീലാണ്. സൗന്ദര്യമൊക്കെ കണ്ട് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ്ടത് ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് സാധനമാണ് ബീവർ ട്രൈ. പിന്നെ കുറച്ച് ഫൗണ്ടെയിനൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഡാൻസ് ഒക്കെ ഒപ്പിച്ചു കേട്ടോ. പിന്നെ ഇതേ ബ്യൂട്ടിഫുൾ സ്കൈലൈൻ വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, മറ്റേ ജെറ്റ് സ്കീയിങ്ങും അടിപൊളിയായിട്ടുള്ള ഒരു ജെറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയത്. വീണ്ടും ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പോഴാണ് ഇതേ കുറെ സൈക്ലിങ്ങും ഇതൊക്കെ നടക്കുന്ന ഒരു ട്രെയിലാണ്. കുറേ നടക്കാനുണ്ട്. പിന്നെ കഴിഞ്ഞ് നടന്ന് കഴിയുമ്പോൾ നെഞ്ചൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇച്ചാന്റെ വക ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടോ നോക്ക്. ലോകം മൊത്തം നമ്മുടെ വീടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകം നമ്മുടെ വീട് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു. ലോകം മൊത്തം നമ്മുടെ വീടാണ്. എന്റെ ഫുൾ ഫിഗർ അതാണ്. നമ്മൾ ഷിപ്പിൽ പോകുമ്പോൾ ഒരു അടിപൊളി സൺസെറ്റ് ടൈമായിരുന്നു. സൺസെറ്റ് ആയില്ല, പക്ഷെ എന്നാലും ആവാറായിരുന്നു. പക്ഷെ രസമുണ്ട് ഈ ഒരു വ്യൂ നമുക്ക് ദൂരെ നിന്ന് കാണാൻ. അപ്പോൾ ഇന്നത്തെ ടൊറന്റോ ഐലൻഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.